മനോരമയുടെ പ്രധാനപ്പെട്ട ലീഡ് നിമിഷപ്രിയയുടെ മോചന സാധ്യത മങ്ങുന്നു എന്ന വാർത്തയാണ്. ഇന്നലെ റിപ്പോർട്ടർ ടിവിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. സാമുവൽ ജെറോമിന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് ശിക്ഷാവിധി യമൻ പ്രസിഡന്റ് അംഗീകരിച്ചു. ഒരു മാസത്തിനകം നിമിഷപ്രിയയെ തൂക്കിലേറ്റാൻ അല്ലെങ്കിൽ വധിക്കാനാണ് തീരുമാനം. ഇനി ഒരു മാസത്തിനിടയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഗോത്രവർഗം ഈ ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് നിമിഷപ്രിയയെ മോചിപ്പിക്കുമോ എന്നത് സാധ്യത വളരെ വളരെ മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. പത്രവാർത്ത ഇങ്ങനെയാണ്: വധശിക്ഷ ശരിവെച്ചു. യമൻ പൗരനെ വധിച്ച കേസിൽ മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവെച്ചു. തലാൽ അബ്ദു മഹദി എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട് യമൻ തലസ്ഥാനമായ സനായിലെ ജയിലിൽ 2017 മുതൽ കഴിയുകയാണ് പാലക്കാട് ചിറ്റിലഞ്ചേരി സ്വദേശിയായ നിമിഷപ്രിയ. വധശിക്ഷ ഒരു മാസത്തിനകം നടപ്പാക്കുമെന്നാണ് വിവരം. വധശിക്ഷ പ്രസിഡന്റ് ശരിവെച്ച വിവരം യമനിൽ നിമിഷപ്രിയയ്ക്കുള്ള നിയമസഹായവും മോചന ശ്രമങ്ങളും ഏകോപിപ്പിക്കുന്ന സാമുവൽ ജെറോമാണ് സ്ഥിരീകരിച്ചത്. മകളുടെ മോചന ശ്രമങ്ങളുടെ ഭാഗമായി ഈ വർഷം ഏപ്രിൽ 20 യമനിലേക്ക് പോയ അമ്മ പ്രേമകുമാരി അവിടെ തന്നെ തുടരുകയാണ്. ഇതിനിടെ 2 തവണ മകളെ ജയിലിൽ ചെന്ന് കാണാൻ കഴിഞ്ഞു. തലാലിന്റെ കുടുംബത്തിന് ദയാധനം അഥവാ ബ്ലഡ് മണി നൽകി നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള ശ്രമം ആക്ഷൻ കൗൺസിൽ ആരംഭിച്ചിരുന്നു. ചർച്ച ആരംഭിക്കാൻ $40,000 വേണമെന്നായിരുന്നു ആവശ്യം. ഇതിനായി $19,871 സമാഹരിച്ചു. 2024 ജൂലൈയിൽ കൈമാറി. 2015 സനായിൽ തലാലിന്റെ സ്പോൺസർഷിപ്പിൽ നിമിഷപ്രിയ ക്ലിനിക്ക് ആരംഭിച്ചിരുന്നു. സഹപ്രവർത്തകയുമായി ചേർന്ന് തലാലിനെ 2017 വധിച്ചു എന്നതാണ് കേസ്. എന്തായാലും നിമിഷപ്രിയയുടെ വധശിക്ഷ യമനിൽ പ്രസിഡന്റ് ശരിവെച്ചതോടുകൂടി നിമിഷപ്രിയ നാട്ടിലേക്ക് മടങ്ങാനുള്ള സാധ്യത വിരളമാവുകയാണ്. അമ്മ പ്രേമകുമാരിയുടെ കാത്തിരിപ്പ് വിഫലമാവുന്നു എന്നാണ് സൂചന. ഇനി ഏതെങ്കിലും തരത്തിൽ ആ കുടുംബത്തെ പോയി കണ്ട് ആ കുടുംബം അവസാന നിമിഷം മനം മാറ്റിയാലല്ലാതെ നിമിഷപ്രിയയുടെ മോചനം സാധ്യമാവില്ല. അല്ലെങ്കിൽ ഒരു മാസത്തിനകം നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും. മാതൃഭൂമിയിൽ പ്രധാനപ്പെട്ട വാർത്തയായി കൊടുത്തിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്രം എന്ന തലക്കെട്ടിൽ ഇന്നലെ L3 കാറ്റഗറിയിലേക്ക് ഈ ദുരന്തത്തെ കേന്ദ്ര സർക്കാർ നിരന്തരമായ സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് പരിഗണിച്ച വാർത്തയാണ്. 153-ാം നാൾ കേന്ദ്രം സമ്മതിച്ചു എന്നാണ് പത്രം പറയുന്നത്. സംസ്ഥാനത്തിന് കത്തയച്ചു. അധിക സഹായത്തിന് വഴിയൊരുങ്ങും. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായി 153-ാം ദിവസം ദുരന്തം അതിതീവ്ര സ്വഭാവമുള്ളതെന്ന് സമ്മതിച്ച് കേന്ദ്ര സർക്കാർ. മേപ്പാടിയിലെ ഉരുൾപൊട്ടലിന്റെ തീവ്രതയും വ്യാപ്തിയും കണക്കിലെടുത്ത് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി കേന്ദ്രമന്ത്രിതല സംഘം പരിഗണിച്ചിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇക്കാര്യം വ്യക്തമാക്കി ആഭ്യന്തര മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ രാജേഷ് ഗുപ്ത സംസ്ഥാന റവന്യൂ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് കത്തയച്ചു. കൂടുതൽ കേന്ദ്ര സഹായത്തിന് വഴി തുറക്കുന്നതാണ് പ്രഖ്യാപനം. വയനാട്ടിലേത് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു. ഉരുൾപൊട്ടൽ ഉൾപ്പെടെ അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നാണ് പണം ചെലവഴിക്കേണ്ടത്. എന്നാൽ കേന്ദ്രം അതിതീവ്ര ദുരന്തമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതോടെ കേന്ദ്ര ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് പ്രത്യേക സഹായധനം അനുവദിക്കാനും വേണമെങ്കിൽ പ്രത്യേക പാക്കേജ് അനുവദിക്കാനും സാധിക്കും. മാത്രമല്ല MP-മാരുടെ വികസന ഫണ്ടിൽ നിന്ന് $1 കോടി വരെ ധനസഹായം രാജ്യത്തെ ഏത് MP-മാർക്കും വയനാട്ടിലേക്ക് നൽകാം. രാജ്യത്തെ എല്ലാ പാർലമെന്റ് അംഗങ്ങളുടെയും സഹായം തേടാൻ കഴിയും. അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും പുനരധിവാസ സഹായം തേടാൻ കഴിയും. ബാങ്കുകൾക്ക് ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളാൻ സാധിക്കും. എന്തായാലും നമ്മുടെ വലിയ ഒരു ആഗ്രഹമായിരുന്നു, ആവശ്യമായിരുന്നു. ആ ആവശ്യം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പരിഗണിച്ച് അതിതീവ്ര സ്വഭാവമുള്ള ദുരന്തമായി ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മറ്റൊരു വാർത്ത ദേശാഭിമാനിയുടെ തലക്കെട്ട് സമ്മർദ്ദവും പോരാട്ടവും ഫലം കണ്ടു, 154-ാം ദിനം അതിതീവ്രം എന്ന് കേന്ദ്രം പ്രഖ്യാപിച്ചു എന്ന വാർത്തയാണ് ദേശാഭിമാനി ലീഡാക്കിയിരിക്കുന്നത്. ദ ഹിന്ദുവിലേക്ക് എത്തിയാൽ ബന്ദ് ഇസ് സക്സസ്, ഫാമേഴ്സ് സുപ്രീം കോർട്ട് ടു ടേക്ക് അപ്പ് കേസ് ടുഡേ. ബന്ദ് വിജയകരമായിരുന്നുവെന്ന് പഞ്ചാബിലെ സമരം നടത്തിയ കർഷകർ പറയുന്നു. സുപ്രീം കോടതി കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കുന്നു. ഈ വിഷയത്തിൽ ഒരു ചർച്ച തന്നെ നടക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല ISRO ഡോക്കിംഗ് മിഷൻ ഓൺ സ്പേസ് ക്രാഫ്റ്റ് റീച്ച് റൈറ്റ് ഓർബിറ്റ്. ഇന്നലെ വൈകുന്നേരം 9:50 സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ചുയർന്ന C-60 റോക്കറ്റിലെ 2 പ്രധാനപ്പെട്ട പേടകങ്ങൾ അത് ഡോക്കിങ്ങിന് വേണ്ടി സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ISROയുടെ ഡോക്കിംഗ് മിഷൻ, അതായത് ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ സംയോജിപ്പിക്കുന്ന ആ പദ്ധതി ആദ്യഘട്ടത്തിൽ ഫലം കണ്ടിരിക്കുന്നു. വിജയകരമായ വിക്ഷേപണം നമ്മൾ പൂർത്തിയാക്കിയ വാർത്തയും ദ ഹിന്ദു ആദ്യ പേജിൽ തന്നെ നൽകുന്നു. മാധ്യമത്തിൽ പോലീസ് റിപ്പോർട്ട് തള്ളി പരോൾ എന്ന കുടിസിനിയുടെ വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി മാധ്യമം പത്രം നൽകിയിരിക്കുന്നത്. അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ മനോരമ പത്രവും മാതൃഭൂമി പത്രവും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ മനോരമയിലേക്ക് ഈ കൊടിസുനിയുടെ പരോൾ സംബന്ധിച്ച വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്ന് നോക്കാം.
TP കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ. കൊടികെട്ടിയ മനുഷ്യാവകാശം എന്ന പരിഹാസരൂപേണയുള്ള തലക്കെട്ടാണ് മലയാള മനോരമ ആ വാർത്തയ്ക്കിട്ടിരിക്കുന്നത്. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശം മറയാക്കി ജയിൽ വകുപ്പ്. മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവ് ഇങ്ങനെയാണ്: പരോൾ അനുവദിക്കുന്നതിനുള്ള വിവേചനാധികാരം സർക്കാരിനാണ്. മനുഷ്യാവകാശ കമ്മീഷന് ഇതിനുള്ള ഉത്തരവോ ശുപാർശയോ നൽകാനാവില്ല. എന്നാൽ പരാതിക്കാരിയുടെ മകന്റെ പരോൾ അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പരാതിയിൽ പറയുന്ന പ്രകാരമുള്ള മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്നതുകൂടി പരിഗണനാ വിഷയമാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് റിപ്പോർട്ട് കൊടുത്തത് പരോൾ അനുവദിക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ജയിൽ വകുപ്പ് പോലീസ് കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമായി കൊടിസുനിക്ക് പരോൾ അനുവദിക്കുകയായിരുന്നു. വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കലാപമുണ്ടാക്കിയതിന് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ പ്രതി ചേർക്കപ്പെട്ട TP വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ. കൊടിസുനിയുടെ പരോൾ അപേക്ഷ വരുമ്പോൾ അമ്മയുടെ പരാതി പരിഗണിച്ച് മാനുഷിക പരിഗണന അർഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ജയിൽ വകുപ്പ് മേധാവിയോട് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശത്തെ പരോൾ നൽകാനുള്ള നിർദ്ദേശമായി വ്യാഖ്യാനിച്ചാണ് ജയിൽ വകുപ്പ് മേധാവി 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. തവനൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞിരുന്ന സുനി ശനിയാഴ്ച പുറത്തിറങ്ങുകയും ചെയ്തു. അവസാനമായി പരോൾ ലഭിച്ച 2018 സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വയനാട് സ്വദേശിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ഈ കൊടിസുനി പ്രതിയായിരുന്നു. പൂജപ്പുര ജയിലിൽ ഫോൺ ഉപയോഗം പിടികൂടിയതിന് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക്, അവിടെയും ഫോൺ കണ്ടെത്തിയതിന് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലേക്കും മാറ്റിയിരുന്നു. ജയിലിൽ കുറ്റകൃത്യം ചെയ്തതിനാൽ 2 തവണയും പിന്നീട് പരോൾ നൽകിയില്ല. 2023 നവംബറിൽ വിയ്യൂരിൽ അതിസുരക്ഷാ ജയിലിൽ തടവുകാർ കലാപമുണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തതിന്റെ പേരിലും കേസെടുത്തിരുന്നു. ഈ സംഭവത്തെ തുടർന്നാണ് തവനൂരിലേക്ക് മാറ്റിയത്. ഈ കേസിൽ അടുത്തിടെ ജാമ്യമെടുത്തു. മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശവും തവനൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ റിപ്പോർട്ടും അടിസ്ഥാനമാക്കിയാണ് ജയിൽ വകുപ്പ് മേധാവി പരോൾ അപേക്ഷയിൽ തീരുമാനമെടുത്തത്. TP ചന്ദ്രശേഖരൻ കൊലക്കേസ് കുറ്റവാളികളോട് പിണറായി സർക്കാർ സ്നേഹം കാണിക്കുന്നത് ആദ്യമല്ല എന്നുകൂടി പത്രം പറയുന്നുണ്ട്. 20 വർഷത്തെ ഇളവ് നൽകരുതെന്ന് ഹൈക്കോടതി വിധിച്ചിട്ടും TK രജീഷ്, KK മുഹമ്മദ് ഷാഫി, S. സിജിത്ത് എന്നിവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ നീക്കം നടത്തിയത് പിണറായി സർക്കാരാണ് എന്നുകൂടി പത്രം പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെയാണ് മാതൃഭൂമി പത്രത്തിലും വലിയ വാർത്തയായി തന്നെ പ്രാധാന്യത്തോടു കൂടി നൽകുന്നത്. പോലീസ് റിപ്പോർട്ട് അവഗണിച്ചു, കൊടിസുനി പുറത്തിറങ്ങി, തടവറയിലും ക്രിമിനലിസം നടത്തിയ ആളാണ്. അതേസമയം തന്നെ നമ്മുടെ വിസ്മയ കേസുണ്ടല്ലോ, സ്ത്രീധന കേസ്, ആ വിസ്മയ കേസിലെ പ്രതി കിരണിനും പരോൾ അനുവദിച്ചിരിക്കുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്ന് BAMS വിദ്യാർത്ഥിനി വിസ്മയ ജീവനൊടുക്കിയ കേസിൽ ഭർത്താവും മുൻ അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടറുമായ കിരൺ കുമാറിനും പരോൾ അനുവദിച്ചു. തിരുവനന്തപുരം സെൻട്രൽ ജയിലിലുള്ള കിരണിനും 30 ദിവസത്തേക്കാണ് പരോൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ കൊടിസുനിയും പുറത്തിറങ്ങി, നമ്മളുടെ കിരണും പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാ പത്രങ്ങളും പ്രധാനപ്പെട്ട ലീഡ് വാർത്തയായി നൽകുന്നത്. മറ്റു വാർത്തകൾ കൂടിയുണ്ട്. അതിനു മുമ്പ് നമുക്ക് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ എന്താണ് മാറ്റമുള്ളത് എന്നുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. ആ വിഷയത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നലെ അതിന്റെ ഇവന്റ് മാനേജ്മെന്റ്, ഓസ്കർ ഇവന്റ് മാനേജ്മെന്റിന്റെ പ്രതിനിധി കൃഷ്ണകുമാറിനെയും ആ പരിപാടിയുടെ സംഘാടകരെയും ഒക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കലൂ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിയുടെ വേദിയിലെ സുരക്ഷാ വീഴ്ച സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംയുക്ത റിപ്പോർട്ട്. താൽക്കാലികമായി നിർമ്മിച്ച വേദിക്ക് ആവശ്യമായ ബലം ഉണ്ടായിരുന്നില്ലെന്നും സംഘാടകർക്ക് സംഭവിച്ചത് ഗുരുതരമായ പിഴവാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വേദിക്ക് സമീപം അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ വൈദ്യസഹായം ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തലുണ്ട്. പോലീസും അഗ്നിരക്ഷാ സേനയും പൊതുമരാമത്ത് വകുപ്പും നടത്തിയ സംയുക്ത പരിശോധനയിലാണ് സുരക്ഷാ വീഴ്ച കണ്ടെത്തിയത്. അതേസമയം പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന MLAയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുകയാണ്. സൈഫുനിസ അലിയാർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സൈഫുനിസ, വെരി ഗുഡ് മോർണിംഗ്. സൈഫുനിസ, നമ്മുടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഉമാ തോമസിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായ സാഹചര്യം അല്ലെങ്കിലും ഗുരുതരമായ നിലയിൽ തന്നെ തുടരുകയാണ്. ഇന്ന് മെഡിക്കൽ ബോർഡ് വീണ്ടും യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം ഒരു മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കും എന്നാണ് അറിയുന്നത്. അപ്പോഴാകും നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുക. ഏറ്റവും പുതിയ വിവരം, അതായത് ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ മെഡിക്കൽ ബുള്ളറ്റിൻ അനുസരിച്ച് ഈ ശ്വാസകോശത്തിൽ അണുബാധ ഗുരുതരമാകാതിരിക്കാനുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരത്തെ ഈ പറഞ്ഞ സംയുക്ത പരിശോധനാ റിപ്പോർട്ടിനോടുകൂടി ബന്ധപ്പെടുത്തി പറയാം. കാരണം ഈ ഉമാ തോമസ് താഴേക്ക് വീണത് മാധ്യമപ്രവർത്തകരുടെ ഇടയിലേക്കാണ്, മറ്റു വളണ്ടിയർമാരുടെ ഇടയിലേക്കാണ്. അവിടെ നിന്ന് ഇവർ വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നൊരു സന്നദ്ധരായ ആളുകളെ നമ്മൾ കുറ്റം പറയുകയല്ല, പക്ഷേ പെട്ടെന്ന് ആംബുലൻസിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ശ്രമമാണ് അവർ നടത്തിയത്. സാധാരണ തലയടിച്ച് വീഴുന്ന ഒരാളെ തല ഉയർത്തിക്കൊണ്ട് വേണം ആംബുലൻസിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കോ കൊണ്ടുപോകാനായിട്ട്. പക്ഷെ ഉമാ തോമസിന്റെ കാര്യത്തിൽ ഉമാ തോമസിന് ശരീരഭാരവും ഉള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചധികം കഷ്ടപ്പെട്ടാണ് ഉണ്ടായിരുന്നവർ. പോലീസിന്റെ പോലും സഹായം അതിന് ലഭിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവർ എടുത്തുകൊണ്ട് പോയത്.
ഓക്കെ സൈഫുന്നീസ, നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അല്പസമയത്തിനുള്ളിൽ തിരിച്ചു വരാം. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. സംഘാടകർക്ക് പിഴവ് സംഭവിച്ചു, സന്നദ്ധ പ്രവർത്തകർ എടുത്തുകൊണ്ട് പോയപ്പോൾ ആ രീതിയിലല്ല, അതിനൊരു പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ തലയിടിച്ചൊക്കെ വീണാൽ എടുത്തുകൊണ്ട് പോകുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട്. അതിലൊന്നുമല്ല, എടുത്തുകൊണ്ട് പോവുക, സ്ട്രെച്ചറിൽ തന്നെ കൊണ്ടുപോകണം. അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ വാരിയലുകൾക്ക് ക്ഷതം സംഭവിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കാം. ഈ സ്പേഡെക്സ് ദൗത്യം വിജയകരമായി നമ്മൾ ഇന്നലെ പൂർത്തിയാക്കിയിരുന്നു. C-60 ഇന്നലെ 2 പേടകങ്ങളാണ് ബഹിരാകാശത്തേക്ക് പോയത്. ISROയുടെ സ്പേഡെക്സ് ദൗത്യത്തിന്റെ വിക്ഷേപണം വിജയിച്ചു. ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമായ ഭ്രമണപഥ ഡോക്കിംഗ് 66 ദിവസത്തിനു ശേഷം നടക്കും. ആ ഡോക്കിങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മൾ. അമേരിക്ക, റഷ്യ, ചൈന, ഈ 3 രാജ്യങ്ങളാണ് നിലവിൽ ഡോക്കിംഗ് നടത്തി വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 4ാമത്തെ രാജ്യമായി മാറാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യവുമുണ്ട്. ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്നതിനുള്ള പരീക്ഷണമാണ് ഇപ്പോൾ സമാപിച്ചത്. ഈ പരീക്ഷണം വിജയിച്ചാൽ ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതികവിദ്യയുള്ള 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് PSLV C-60 റോക്കറ്റ് ഉപയോഗിച്ച് ഇന്നലെ രാത്രി 10-നായിരുന്നു വിക്ഷേപണം. 220 കിലോഗ്രാം വീതം ഭാരമുള്ള SDX-01, SDX-02 എന്നീ പരീക്ഷണ ഉപഗ്രഹങ്ങളെ താഴ്ന്ന ഭൗമ ഭ്രമണപഥത്തിൽ എത്തിച്ചു. തുടർന്ന് ഘട്ടം ഘട്ടമായി ഇവയെ അടുത്തെത്തിച്ച ശേഷം ഭ്രമണപഥത്തിൽ വെച്ച് കൂട്ടിച്ചേർക്കുന്നതാണ് ഡോക്കിംഗ്. ഒരു 10-15 കിലോമീറ്റർ അകലെ വരെ എത്തിച്ചിട്ട് ഒരേ ഭ്രമണപഥത്തിലേക്ക് ഈ 2 പരീക്ഷണ പേടകങ്ങളെയും കൊണ്ടുവന്ന് കൂട്ടിയോജിപ്പിക്കും. അങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നതാണ് ഡോക്കിംഗ് എന്നറിയപ്പെടുന്നത്. അങ്ങനെ ഡോക്കിംഗ് ചെയ്താൽ മാത്രമേ ഇന്ത്യക്ക് സ്വതന്ത്രമായി ഒരു ആണവ നിലയം സ്വന്തമായിട്ട് അവിടെ ഉണ്ടാക്കുന്നതിനുള്ള ആദ്യഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയൂ. അപ്പോൾ അതിനുള്ള ഏറ്റവും നിർണായകമായ ഒരു ദൗത്യമാണ് ഇന്നലെ ISRO പൂർത്തിയാക്കിയിരിക്കുന്നത്. C-60 എന്ന റോക്കറ്റിലാണ് നമ്മൾ സ്പേഡെക്സ് എന്ന ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. ആ പ്രക്രിയയുടെ പേര് ഡോക്കിംഗ് എന്നാണ്. പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഏറ്റവും നിർണായകമായൊരു ചുവടുവയ്പ്പാണ് ഇന്നലെ ISRO നടത്തിയിരിക്കുന്നത്. C-60 എന്നാണ് റോക്കറ്റിൻ്റെ പേര്, ഡോക്കിംഗ് എന്നാണ് ആ സാങ്കേതികവിദ്യയുടെ പേര്, സ്പേഡെക്സ് എന്നാണ് ആ ഉപഗ്രഹത്തിനെ വഹിച്ചുകൊണ്ടുപോയ ദൗത്യത്തിൻ്റെ പേര്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മറ്റൊരു രസകരമായ വാർത്ത ഇന്ന് മനോരമ ആദ്യ പേജിൽ നൽകുന്നുണ്ട്. സാധാരണ ബാറിലൊക്കെ പോയി, ഈ മദ്യശാലകളിൽ പോയി മദ്യം കഴിക്കുന്നവർ വാഹനം കൊണ്ടൊക്കെ പാർക്ക് ചെയ്യുമല്ലോ. അങ്ങനെ പോകുന്ന സമയത്ത് മദ്യപിക്കാൻ വണ്ടിയിലെത്തിയവർക്ക് ബാറുകാർ ഒരു ഡ്രൈവറെ നൽകണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു. കള്ളൊഴിച്ച് കൊടുത്താൽ മാത്രം പോരാ, കുടിച്ചു കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടൊരു ഡ്രൈവറെ കൂടെ ഇനിയിപ്പോൾ ബാർ കുടിക്കേണ്ടി വരുന്ന അവസ്ഥയിലാണ്. പത്രം ഇങ്ങനെയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ബാർ ഹോട്ടലുകൾ ഇക്കുറി പുതുവർഷ ആഘോഷവേളയിൽ മദ്യവും ഭക്ഷണവും മാത്രം വിളമ്പിയാൽ പോരാ, ഡ്രൈവറെ കൂടി ലഭ്യമാക്കേണ്ടി വരും. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് മൂലമുണ്ടാകുന്ന റോഡ് അപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ്. പ്രൊഫഷണൽ ഡ്രൈവർമാരുടെ സേവനം ബാർ വളപ്പിൽ ലഭ്യമാക്കണമെന്നാണ് RTO ജില്ലയിലെ ബാർ ഹോട്ടൽ മാനേജർമാർക്ക് നൽകിയ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. നല്ല നിർദ്ദേശമാണ്. എത്ര പേർ പാലിക്കുമെന്ന് നമുക്കറിയാം. ഡ്രൈവറുടെ സേവനം ലഭ്യമാകുന്ന വിവരം ബാറിൽ എത്തുന്നവരെ അറിയിക്കണമെന്നും മദ്യപിച്ച് വാഹനം ഓടിക്കുമ്പോഴുണ്ടാകുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ബാറിൽ അറിയിപ്പ് രേഖപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ആരൊക്കെയാണ് ഡ്രൈവറുടെ സേവനം തേടിയത് എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തി രജിസ്റ്റർ സൂക്ഷിക്കണം. ഉപഭോക്താക്കൾക്ക് ഡ്രൈവറുടെ സേവനം നിരസിക്കുകയും മദ്യപിച്ച് വാഹനം ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഹോട്ടൽ അധികൃതർ ഉടൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനെയോ RTO അറിയിക്കുക കൂടി വേണം. ചുരുക്കത്തിൽ ബാറിന് മദ്യം മാത്രം കൊടുത്താൽ പോരാ, മദ്യം കഴിച്ചതിന് ശേഷം വീട്ടിലെത്താൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറെ കൂടി ഏർപ്പെടുത്തി കൊടുക്കണം എന്നാണ് പുതുവത്സരത്തിൻ്റെ ഭാഗമായി RTO നിർദ്ദേശിച്ചിരിക്കുന്നത്. എത്ര ഹോട്ടലുകൾ കേൾക്കും എന്ന് നമുക്കൊന്ന് നോക്കാം. ഉമാ തോമസിൻ്റെ അപകടത്തിൽ 2 പേർ അറസ്റ്റിലായ വാർത്തയും മനോരമ പത്രം വലിയ പ്രാധാന്യത്തോടു കൂടി കൊടുക്കുന്നു. പരിപാടി തുടർന്ന് നടന്നതിൻ്റെ ഒരു ചിത്രം കൂടി മനോരമ പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. എന്നിട്ടും എന്നടിക്കുറിപ്പോടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഗാലറിയിൽ നിർമ്മിച്ച താൽക്കാലിക വേദിയിൽ നിന്ന് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റ സ്ഥലത്ത് സംഭവത്തിന് ശേഷവും സുരക്ഷയൊരുക്കാതെ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയെ പോലെയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ആ പരിപാടി തുടർന്നതിൻ്റെ ചിത്രവും പത്രം ആദ്യ പേജിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സ്റ്റേജ് കെട്ടിയതിന് ഉൾപ്പെടെ അനുമതിയില്ല എന്നുകൂടിയാണ് പത്രം പറയുന്നത്. ഇതൊക്കെയാണ് മലയാള മനോരമ പത്രത്തിൻ്റെ ആദ്യ പേജിലുള്ളത്. മാത്രവുമല്ല, ഗുരുസ്മരണയിൽ വർക്കലയിൽ 92ാമത് ശിവഗിരി തീർത്ഥാടനം MB രാജേഷ് ഉദ്ഘാടനം ചെയ്തതും മനോരമ പത്രം ആദ്യ പേജിൽ, മാതൃഭൂമി പത്രവും ആദ്യ പേജിൽ ചിത്രസഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കൗതുകകരമായൊരു റിപ്പോർട്ട് മാതൃഭൂമിയിലുണ്ട്. ആ റിപ്പോർട്ട് ഇതാണ്: സ്ത്രീ വോട്ടർമാർക്കുള്ള വാഗ്ദാനങ്ങൾ CPMന് ഇനി അത് കണ്ണിലെ കരടായി മാറും. സ്ത്രീ വോട്ടർമാർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്ന രാഷ്ട്രീയം അരാഷ്ട്രീയമാണ് എന്ന് CPMന്റെ കരട് പ്രമേയത്തിൽ. ഇത്തരം തെരഞ്ഞെടുപ്പ് തന്ത്രം അരാഷ്ട്രീയമാണെന്നാണ് CPMന്റെ കരട് പ്രമേയം പറയുന്നത്. സ്ത്രീ വോട്ടർമാരെ ലക്ഷ്യമിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രം അരാഷ്ട്രീയത വളർത്താൻ വഴിയൊരുക്കുമെന്ന് CPIM.
BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ വലതുപക്ഷ രാഷ്ട്രീയത്തെ ചെറുക്കാനുള്ള ബദൽ ഇത് അസാധ്യമാക്കുന്നുവെന്നാണ് നിഗമനം. നിലവിലെ BJP ഇതര പ്രതിപക്ഷ പ്രാദേശിക കക്ഷികൾ ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് തന്ത്രത്തോടാണ് CPM-ന് വിയോജിപ്പ്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ CPM ചൂണ്ടിക്കാട്ടുന്നത് 1. BJP ഉയർത്തുന്ന തീവ്ര ഹിന്ദുത്വ തീവ്ര വലതുപക്ഷ സ്വേച്ഛാധിപത്യ രാഷ്ട്രീയം ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്പർ 2, ജാതി ഉപജാതി ഉൾപ്പിരിവുകൾ രാഷ്ട്രീയഗതി നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് മാറിപ്പോയ ഇന്ത്യൻ രാഷ്ട്രീയം പൂർണ്ണമായും മാറിപ്പോയൊരവസ്ഥയാണ്. ഇതിനാൽ CPM-ഓ ഇടതുപക്ഷമോ മുന്നോട്ട് വയ്ക്കുന്ന വർഗരാഷ്ട്രീയത്തിന് കടന്നു കയറാൻ കഴിയുന്നില്ല. 3, അരാഷ്ട്രീയത വളർത്തുന്ന തരത്തിൽ സ്ത്രീ വോട്ടർമാരെ ലാക്കാക്കി എറിയുന്ന സൗജന്യ പണ വാഗ്ദാനങ്ങൾ അരാഷ്ട്രീയത വർദ്ധിപ്പിക്കുന്നു. അത് CPM-നടക്കം പങ്കുണ്ട് എന്ന് CPM ഒരുപക്ഷെ സ്വയം വിമർശനം നടത്തുകയാവാം ആ അർത്ഥത്തിൽ. അപ്പോൾ അത് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും CPM അവരുടെ കരട് പ്രമേയത്തിൽ പറയുന്നത്. മാധ്യമം പത്രത്തിലേക്ക് എത്തിയാൽ മാധ്യമം പത്രത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലീസ് റിപ്പോർട്ട് തള്ളി പരോൾ ഉമാ തോമസ് MLA വെന്റിലേറ്ററിൽ തന്നെ, വയനാട് ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തം, ഇതൊക്കെ സംബന്ധിച്ച വാർത്തകൾക്കൊപ്പം PSLV C60 സ്പേഡെക്സ് വിക്ഷേപണം വിജയം, അതോടൊപ്പം ജിമ്മി കാർട്ടർ വിടവാങ്ങിയ വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നു. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ജിമ്മി കാർട്ടർ. 100 വയസ്സായിരുന്നു. 1977 മുതൽ 81 വരെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജിമ്മി കാർട്ടറാണ് വിടവാങ്ങിയത്. അമേരിക്കയുടെ 39ാമത്തെ പ്രസിഡന്റായിരുന്നു. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ ജനുവരി 9-ാം തീയതി വാഷിംഗ്ടണിൽ നടക്കും. ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച അമേരിക്കൻ പ്രസിഡന്റായിരുന്നു. അസുഖബാധിതനായി കഴിഞ്ഞ 1 വർഷം അദ്ദേഹം ജോർജിയയിലെ വീട്ടിൽ പരിചരണത്തിലായിരുന്നു. ജീവിത പങ്കാളി റോസ്ലിൻ 96-ാം വയസ്സിലാണ് അന്തരിച്ചത്. 77 വർഷം റോസ്ലിനുമായിട്ട് ജിമ്മി കാർട്ടർ ജീവിച്ചു. ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതാണ്, ജിമ്മി കാർട്ടർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഒരു ഗ്രാമത്തിലെ ബന്ധമാണ്. ഹരിയാനയിലുള്ള ഒരു സ്ഥലത്തിന്, ദൗലത്താബാദിനടുത്തുള്ള ഒരു ഗ്രാമത്തിൻ്റെ പേര് ഈ കാർട്ടൻപുരി എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കാർട്ടറുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട്. കാർട്ടർക്ക് നോബൽ സമ്മാനം കിട്ടിയ വർഷം മുതൽ കാർട്ടർപുരിയിൽ വലിയ ആഘോഷങ്ങളാണ് നടക്കാറ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഈ വാർത്താദിനത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇന്ന് 2024 ഡിസംബർ മാസം 31, 2024 അവസാനത്തെ പ്രഭാതമാണ്. ഈ പ്രഭാതവും ഈ വാർത്താപ്പകലും കടന്നുപോയാൽ, ഈ രാവു കടന്നാൽ പിന്നെ പുതുവത്സരമായി. പുതുവത്സരം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സ്നേഹിതർക്കും ഒരു പുതുവത്സരാഘോഷം അല്ലെങ്കിൽ പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട്